എല്ലാവരും താല്പര്യപൂർവ്വം ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കമ്മിറ്റി ഹൈക്കമാൻഡ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു. കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി എന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ആ സന്തോഷമാണ് പലരും പങ്കുവച്ചത്. കെ സുധാകരൻ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി ഇപ്പോൾ നിൽക്കുന്നത്. സുധാകരൻ പാർട്ടിയോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഏറെ അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അനിശ്ചിതത്വങ്ങളിൽ ഭൂരിഭാഗവും മാധ്യമങ്ങളുടെ ഇടപെടലാണ്, മാധ്യമ സൃഷ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകനായി തുടരും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനിടയിൽ വന്ന പല വാർത്തകളും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു എന്നല്ലാതെ അദ്ദേഹം ആധികാരികമായി പറഞ്ഞ ഒരു വാർത്തകളുമല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ ഞാൻ തയ്യാറല്ല. ടി.ഒ. മോഹനൻ അല്ലെങ്കിൽ കെ സുധാകരൻ ടി.ഒ. മോഹനൻ്റെയും നേതാവാണ്. അദ്ദേഹവും പ്രചരണത്തിന് സജീവമായി ടി.ഒ. മോഹനോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും, കാരണം ഇത് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുന്നത്. ആ ഹൈക്കമാൻഡ് തീരുമാനത്തോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പമാണ് ഞാൻ എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് കെ സുധാകരൻ. വളരെ വർഷക്കാലമായി കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം കൊടുക്കുന്ന, കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളെ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ തന്നെ ഉചിതമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. 10 വർഷത്തിന് ശേഷം കണ്ണൂരിൻ്റെ കോൺഗ്രസിൻ്റെ കൈവെള്ളയിലുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലം. 10 വർഷം നഷ്ടപ്പെട്ടതാണ്. വീണ്ടും തിരിച്ചുപിടിക്കാനുള്ള ഒരു ചരിത്ര നിയോഗമായി തന്നെയാണ് ഈ ഒരു ദൗത്യത്തെ കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ കൂട്ടായി നിന്നുകൊണ്ട് അതൊരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, കേരളം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് മുമ്പിലുള്ളത്. അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും അവരുടെ സ്വന്തം വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് എന്ന നിലയിൽ കാണുന്നു. അപ്പോൾ അതല്ല, മറിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാര്യം, അത് CPM ഇടതുപക്ഷത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പാർട്ടി, ആ CPM പാർട്ടിക്കകത്തുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഭരണം അവസാനിക്കണം. ബംഗാളിൽ 33 വർഷത്തിന് ശേഷമാണ് ഈ പാർട്ടി തകർന്നതെങ്കിൽ ഇവിടെ 10 വർഷം കൊണ്ട് തന്നെ പാർട്ടി തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് പലരും ഔദ്യോഗികമായി തന്നെ പ്രകടിപ്പിക്കുന്നു. സച്ചിദാനന്ദൻ്റെയൊക്കെ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ പലവിധത്തിലും പുറത്തേക്ക് വരികയും അതുപോലെ തന്നെ ഈ ഭരണത്തെ താഴെയിറക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കും എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ ഈ നാട് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മ നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് വേണ്ടി ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഏറെ സന്തോഷം നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ചെറിയ പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ മാസപ്പിറവി കണ്ട ആ ഒരു ധന്യമുഹൂർത്തത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗികമായിട്ടുള്ള 2ാം ഘട്ട പട്ടിക കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട്. എന്തായാലും നാളെ ചെറിയ പെരുന്നാളാണ് എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ആ ചെറിയ പെരുന്നാൾ സമയത്ത് നമുക്ക് ഏകദേശം 10-30 ദിവസക്കാലം വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥന നടത്തി ഒരു ജീവിത ദൗത്യം പോലെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ ഈ പെരുന്നാൾ ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവരെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. 3 വർഷക്കാലം മേയറായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ കണ്ണൂരിലെ. അതുപോലെ തന്നെ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുമായിട്ട് 15 വർഷക്കാലത്തോളം ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുണ്ടായി. ആ സമയത്തൊക്കെ തന്നെ ജില്ലയിലെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനജനകമായ കാര്യങ്ങൾ, അതിലുപരിയായി വികസനപരമായ കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ തന്നെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം കണ്ണൂരിൻ്റെ പ്രധാനപ്പെട്ട വികസനമാണ്. അതുപോലെ തന്നെ അത് അശാസ്ത്രീയമായിട്ടായിരിക്കില്ല, ശാസ്ത്രീയമായി എല്ലാവരുടെയും അഭിപ്രായ ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയാണ് ഞാൻ എല്ലാവരുടെയും അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി UDF പ്രഖ്യാപിച്ചിട്ടുള്ള ടി.എ. മോഹനൻ്റെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും കണ്ണൂരിൽ വലിയ വികസനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും, ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി ടി.എ. മോഹനൻ പങ്കുവെക്കുന്നത്. കെ സുധാകരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും അദ്ദേഹം തന്നെ വിരാമമിട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, പാർട്ടിയോടൊപ്പം തന്നെയാണ് ഞാൻ, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രചരണങ്ങൾക്കും കെ സുധാകരൻ മുന്നിലുണ്ടാകുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.